ഹോർമോസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് പിന്നാലെ കടുത്ത പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു തെറ്റായ നീക്കവും ശത്രുക്കളെ കടലിടുക്കിലെ മരണച്ചുഴിയിൽ അകപ്പെടുത്തുമെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മേഖലയിൽ സൈനിക സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇറാന്റെ പ്രകോപനപരമായ ഈ പ്രതികരണം. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഉടമ്പടിയില്ലാതെ അവസാനിച്ചെങ്കിലും ഏപ്രിൽ 21 വരെ മേഖലയിൽ വെടിനിർത്തൽ തുടരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിൽ 21 വരെ യുഎസും ഇറാനും യുദ്ധത്തിലേർപ്പെടില്ലെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു. ചർച്ച നടത്തിയ കക്ഷികൾക്കിടയിൽ അനൌദ്യോഗികമായ ഒരു കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏപ്രിൽ 7-ന് ആരംഭിക്കുന്ന 15 ദിവസത്തെ വെടിനിർത്തൽ ഏപ്രിൽ 21 വരെ തുടരും. ഈ കാലയളവിൽ ഒരു ലംഘനവും ഉണ്ടാകില്ല. പാകിസ്ഥാൻ സർക്കാരിന്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. നിലവിൽ ഇറാൻ സൈനിക പിന്മാറ്റത്തിനുള്ള മാനസികാവസ്ഥയിലാണ്. ഗൾഫ് മേഖലയിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സാന്നിധ്യവും യുഎസ് നയതന്ത്ര നീക്കങ്ങളും ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സമാധാന നീക്കത്തിനായി ഉപരോധങ്ങൾ നീക്കുന്നതും മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകിട്ടുന്നതും ഉൾപ്പെടെയുള്ള 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ യുഎസ് തയ്യാറായില്ല. യുഎസ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശത്തിന് ഇറാൻ ഇനിയും ഔദ്യോഗിക മറുപടി നൽകിയിട്ടില്ല. എങ്കിലും ഏപ്രിൽ 21 വരെ പുതിയ ആക്രമണങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പാകിസ്ഥാൻ സർക്കാർ വ്യക്തമാക്കുന്നത്. 1979 ശേഷം ആദ്യമായി അമേരിക്കയുമായി നേരിട്ട് നടത്തിയ ഉന്നതതല വെടിനിർത്തൽ ചർച്ച പരാജയപ്പെടാനുള്ള കാരണം ഇറാൻ വെളിപ്പെടുത്തി. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ വിശ്വാസം നേടാനായില്ലെന്ന് ഇറാനെ പ്രതിനിധീകരിച്ച പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ തുടക്കം മുതൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നും ഇറാൻ സ്പീക്കർ വിവരിച്ചു. സൈനികമായി നേടിയെടുക്കാൻ കഴിയാത്തത് ചർച്ചകളിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്ക ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 40 ദിവസം കൊണ്ട് ഇറാൻ നേടിയ നേട്ടങ്ങൾ അടിയറ വയ്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരുന്നു അമേരിക്കൻ സംഘത്തെ നയിച്ചത്. 6 ആഴ്ചയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിലാണ് ചർച്ച നടന്നത്. ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് തുടർന്നും ശ്രമം നടത്തുമെന്നാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത്. യുഎസ് ഇറാൻ ചർച്ചയിൽ ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയത്. 21 മണിക്കൂറിലേറെ മാരത്തൺ ചർച്ച നടന്നു.